നമസ്കാരം. ടുഡേ ഫിഷ് മീഡിയയുടെ ഇന്നത്തെ ബ്ലോഗ് വ്യത്യസ്തമായ ഒരു കാവിനെ പറ്റിയാണ്. നീലേശ്വരത്തുള്ള ശ്രീ മന്നൻപുറത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ചരിത്രം, ഐതിഹ്യം ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഓരോ കാവിനും അതിൻ്റേതായ ഒരു കഥയുണ്ട്. അവിടെ കുടിയിരിക്കുന്ന സർപ്പങ്ങളും ദേവതകളും മനുഷ്യൻ്റെ ഭക്തിയുടെയും പ്രകൃതിയോടുള്ള ബഹുമാനത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇന്ന് ആധുനികതയുടെ തിരക്കിൽ പല കാവുകളും നശിച്ചു പോകുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ആ പച്ചപ്പും വിശ്വാസവും ഇന്നും കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഊർജം. നഗരത്തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയുടെ ശാന്തതയിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കാവുകൾ ഇന്നും ഒരു അഭയകേന്ദ്രം തന്നെയാണ്. അങ്ങനെ ഒരു അതിമനോഹരമായ ഒരു കാവിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കോസ്തുർഗ് താലൂക്കിൽ നീലേശ്വരം നഗരത്തിലാണ് പുണ്യപുരാതനമായ ശ്രീ മന്നൻപുറത്ത് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 100 മീറ്ററും അതുപോലെ നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും 200 മീറ്റർ ദൂരവുമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. നീലമഹർഷി തപസ്സനുഷ്ഠിച്ച സ്ഥലമായിരുന്നു നീലേശ്വരം എന്നാണ് ഐതിഹ്യം. നീലേശ്വരം രാജവംശത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് ഏകദേശം 1000 വർഷം ഈ രാജ്യം ഭരിച്ചിരുന്നത് 8 കുടുക്കൻ പ്രഭുക്കന്മാരായിരുന്നു. അവരിൽ നായകസ്ഥാനം വഹിച്ചിരുന്ന അള്ളോൻ എന്ന പ്രഭുവായിരുന്നു. കാഞ്ഞങ്ങാടും മടിയൻ കോവിലകവും ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ ഭരണകർത്താവായിരുന്നു അള്ളോൻ. നീലേശ്വരം ഭരിച്ചിരുന്നത് മന്നൻ എന്ന പ്രഭുവായിരുന്നു. മന്നൻ അതിശക്തനും രാക്ഷസ സ്വഭാവമുള്ളവനുമായിരുന്നു. മന്നൻ കഠിന തപസ്സനുഷ്ഠിച്ച് ഉപാസനാ ദേവതയെ പ്രീതിപ്പെടുത്തുകയും അമാനുഷിക ശക്തി കൈവരുകയും ചെയ്തു. സാധാരണ മനുഷ്യശക്തിയാൽ മന്നനെ പരാജയപ്പെടുത്താൻ സാധ്യമായിരുന്നില്ല. തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച മന്നൻ നാട് ഭരിക്കുകയായിരുന്നില്ല, തൻ്റെ പ്രദേശവാസികളെ ദ്രോഹിക്കുകയായിരുന്നു ചെയ്തത്. മന്നന്റെ ദുർഭരണം സഹിക്കവയ്യാതെ ദേശവാസികളും പ്രധാന സ്ഥാനികരും കരപ്രമാണിയുമായ അള്ളന്റെ മുമ്പിൽ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. മന്നനുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ശക്തി തനിക്കില്ലെന്ന് അള്ളോൻ അറിയാമായിരുന്നു. തൻ്റെ പ്രദേശവാസികളെ ഈ ദുഃഖത്തിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കാം എന്ന് അള്ളോൻ ചിന്തിച്ചപ്പോൾ ഏക പോംവഴി അമ്മ പരാശക്തിക്കല്ലാതെ മറ്റാർക്കും മന്നനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും അതേ തുടർന്ന് അള്ളോന്റെ മനസ്സിൽ അമ്മ പരാശക്തിയുടെ തിരുസന്നിധിയായ മാടായി കാവിലേക്ക് പോകുവാനുള്ള ഉൾപ്രേരണ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഉഗ്ര ശക്തി സ്വരൂപിണിയും ശത്രു സംഹാരിണിയുമായ മാടായിക്കാവിലെ ഭദ്രേശ്വരിയുടെ സന്നിധിയിൽ എത്തിച്ചേർന്ന് മൂത്ത പിടാരർ അവർകളെ നേരിൽ കണ്ട് സങ്കടകാര്യങ്ങൾ ബോധിപ്പിച്ചു. ഉച്ചപൂജ കഴിയട്ടെ എന്നാണ് പിടാരർ മറുപടി പറഞ്ഞത്. മാടായിക്കാവിലെ ഇട്ടുമ്മൽ ഇല്ലത്തുള്ള പരമഭക്തനും മന്ത്രതന്ത്ര പൂജകളിലൂടെ ദേവിയെ ഉപാസിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ യോഗീവര്യനുമായിരുന്ന ആ മഹത് വ്യക്തിക്ക് ദേവിയെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്താനും സംസാരിക്കാനുമുള്ള സിദ്ധി ഉണ്ടായിരുന്നു. ഉച്ചപൂജ സമയത്ത് മൂത്ത പിടാരർ ദേവിയോട് കാര്യങ്ങൾ നേരിട്ട് ഉണർത്തിച്ചപ്പോൾ വിളക്കെടുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം എന്നായിരുന്നു ദേവി അരുളി ചെയ്തത്. ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ തന്നെ പുറപ്പെട്ടത് കാരണം മാടായിക്കാവിൽ അത്താഴപൂജ പതിവില്ല. മാടായിക്കാവിൽ നിന്നും നീലേശ്വരത്ത് വരുന്ന വഴിക്ക് കരക്ക കാണപ്പെടുകയും കരക്ക ശുദ്ധമായ സ്ഥലമായതുകൊണ്ട് കരക്ക എന്ന് പറഞ്ഞാൽ പശുവിനെ കിട്ടുന്ന ആലയാണ്. അവിടെ വെച്ച് അത്താഴപൂജ കഴിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ദേവിയുടെ ചൈതന്യം ഉൾക്കൊണ്ട കരക്ക പിന്നീട് കാലിക്കടവ് എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടെ നിന്നും പുറപ്പെട്ട പിടാരർ
തളിയിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ശ്രീ മഹാദേവനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷം തളിയിൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ചിറയിൽ നിന്നും പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചു. തുടർന്ന് കിഴക്കൻ കൊഴുവലിലെ ഇടവങ്കിൽ എന്ന സ്ഥലത്താണ് എത്തിയത്. അവിടെയുള്ള തറയിൽ ഇരുന്ന് ഇളനീർ കഴിച്ച് യാത്രാക്ഷീണം മാറ്റുകയും ചെയ്തു. ഈ സ്ഥലത്തു നിന്നും കുറച്ചകലെയായിരുന്നു മന്നന്റെ കൊട്ടാരവും സൈനിക താവളവും സ്ഥിതി ചെയ്തിരുന്നത്. മൂത്ത പിടാരർ ഒരു ദൂതന്റെ കൈവശം സന്ധി സംഭാഷണത്തിന് താല്പര്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയ സന്ദേശം മന്നന് കൊടുത്തയച്ചു. പക്ഷേ ദൂതനെ മാനിക്കാതെ ആക്ഷേപിച്ചയക്കുകയാണ് മന്നൻ ചെയ്തത്. ഇതറിഞ്ഞ മൂത്ത പിടാരർ നേരിട്ട് മന്നനെ കണ്ട് സംസാരിച്ച് ക്രൂരകൃത്യങ്ങളിൽ നിന്നും പിന്മാറണമെന്നും നാടിൻ്റെ ഭരണം നീതിയുക്തവും നിഷ്പക്ഷവും ആയിരിക്കണമെന്നും അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മന്നൻ അവഗണിക്കുകയും അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. മന്നന്റെ ക്രൂര സ്വഭാവം നേരിട്ട് മനസ്സിലാക്കിയ മൂത്ത പിടാരർ പിന്തിരിഞ്ഞു നടന്ന് തൊട്ടടുത്തുള്ള ശീതളവും സുന്ദരവുമായ ഒരു കാവിൽ എത്തിച്ചേർന്നു. അവിടെ സ്വസ്ഥമായിരുന്ന് ശ്രീ പരമേശ്വരിയെ ധ്യാനിക്കുകയും ദേവി ചണ്ഡിക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സൂര്യതേജസ്സോടെ ബാലികാരൂപത്തിൽ പ്രത്യക്ഷയായ ദേവി കാര്യകാരണങ്ങൾ മനസ്സിലാക്കുകയും കാട്ടിലെ വള്ളിയുടെ മുകളിലിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് മന്നനോട് നേരിൽ കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദേവിയുടെ മുന്നിൽ എത്തിച്ചേർന്ന മന്നനോട് നീചകൃത്യങ്ങളിൽ നിന്നും പിന്മാറാൻ ആജ്ഞാപിച്ചു. ദേവിയുടെ ആജ്ഞ നിരസിച്ച മന്നനോട് നേരിട്ട് യുദ്ധം ചെയ്യുകയും 3 ദിവസം തുടർച്ചയായി ഉണ്ടായ അത്യുഗ്ര യുദ്ധത്തിൽ മന്നന്റെ ദൈവിക ശക്തിയെ ദേവി നിർവീര്യപ്പെടുത്തുകയും മന്നനെ നിഗ്രഹിക്കുകയും ചെയ്തു. മന്നന്റെ മരണത്തിന് ദേവി കാരണമായി വർദ്ധിച്ചതിനാൽ മന്നന് മോക്ഷം ലഭിച്ചു. മന്നന്റെ സ്ഥാനം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇതാണ് മന്ദംപുറത്ത് കാവിൻ്റെ ഉത്ഭവവും ഐതിഹ്യവുമായി പറയുന്നത്. മന്ത്രതന്ത്രങ്ങൾ പാരമ്പര്യ വിധിപ്രകാരം പഠിച്ച പിടാരർ സമുദായക്കാരാണ് ദേവിക്ക് പൂജ സമർപ്പിക്കുന്നത്. രുരുജിത്ത് സമ്പ്രദായത്തിലുള്ള മധുമാംസ നിവേദ്യത്തോടു കൂടിയുള്ള പൂജയാണ് ഇവിടെ നടത്താറ്. മന്ത്രതന്ത്രപ്രകാരം മദ്യത്തെ അമൃതാക്കി മാറ്റിയതിന് ശേഷമാണ് ദേവിക്ക് നിവേദിക്കുന്നത്. ഇപ്രകാരം ഭദ്രകാളി പൂജ നടത്താനായി ഇവരെ പരശുരാമൻ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം. ആദ്യകാലത്ത് പട്ടാരകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ പിടാരർ ആയി മാറിയതാകാം. ഇവരുടെ എല്ലാ ജീവിത രീതികളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം. ചുറ്റമ്പലത്തിൻ്റെ വടക്കുവശത്ത് ഭദ്രകാളി വൈരവിമാരുടെ പ്രതിഷ്ഠയുള്ളതുകൊണ്ടാണ് അങ്ങനെ പാടില്ലാത്തത്. നിറമാല, വലിയ ഗുരുതി, വലിയ പൂജ, ശക്തി പൂജ, ശത്രുസംഹാര ഹോമം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ക്ഷേത്രദേവതയുടെ മുൻപാകെ തിരുമുറ്റത്തായി ക്ഷേത്രനടയുടെ നേരെ സത്തിക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ട് പോലീസ് സ്റ്റേഷനുകളും കോടതികളും അന്യമായിരുന്ന കാലത്ത് സത്യം തെളിയിക്കാനുള്ള ഒരു സ്ഥാനമായിട്ടാണ് ഇത് കരുതിയിരുന്നത്. ഈ കല്ലിൽ കയറി നിന്ന് അസത്യം പറയാൻ ആരും ധൈര്യപ്പെടാറില്ല. പ്രധാനമായി 4 ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. വൃശ്ചികപ്പാട്ട് ഉത്സവം, മകരപ്പാട്ട് ഉത്സവം, പൂരമഹോത്സവം, കലശ മഹോത്സവം എന്നിവയാണ്. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഈ കാവിനെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.